ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു. ഇവിടെ ഞാനും വാവച്ചിയും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾക്ക് തിരിച്ച് ദുബായിലോട്ട് പോകാനായി സമയമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ മാർച്ചിൽ ദുബായിലോട്ട് പോകും. അപ്പോൾ ഓൾറെഡി വാവച്ചിനോട് ഞാൻ ദുബായിക്ക് ടിക്കറ്റൊക്കെ എടുത്തു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാവച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം വാവച്ചിക്ക് അപ്പേനെ കാണാനായിട്ട് പോകുന്ന ഒരു ത്രില്ല്, ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് മോള്. അപ്പം അതായത് 4 മാസമായി നമ്മൾ ദുബായിൽ നിന്ന് അല്ല 5 മാസമായി തോന്നുന്നു ദുബായിൽ നിന്ന് വന്നിട്ട്. അപ്പം നമ്മൾ ഒക്ടോബർ വന്നതാണ്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അപ്പം അത്രയായി. അപ്പം അതുകൊണ്ട് വാവച്ചി ഭയങ്കര ഹാപ്പിയാണ്. അപ്പനെ കാണാനായിട്ട് പോകുകയാണല്ലോ. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വാവച്ചിനോട് പറയാൻ പോവാണ്, നമ്മുടെ ടിക്കറ്റ് ക്യാൻസലായി. പക്ഷേ ക്യാൻസലായി എന്ന് പറയുമ്പോൾ വാവച്ചിക്ക് മനസ്സിലാകുമോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നില്ല ദുബായിക്ക്, പിന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞ് നോക്കാം. പക്ഷേ വാവച്ചിയുടെ ഫസ്റ്റ് റിയാക്ഷൻ, അതായത് ആ റിയാക്ഷൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതായത് ആദ്യം പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ വാവച്ചി ഇങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു വാവച്ചിക്ക്, പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം. അപ്പം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്കിനി വാവച്ചിനോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ വാവച്ചി ഫ്രണ്ട് റൂമിൽ അവിടെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. വാവച്ചി കുട്ടാ എന്തെടുക്കുക? എന്നെടുക്കുവാടാ? സ്ലൈഡോ? അതായത് ഇപ്പോൾ വാവച്ചി ഇതിലാണ് സ്ലൈഡ് ചെയ്യുന്നത് കേട്ടോ. വാവച്ചി 2-3 ദിവസമായിട്ട് ഇപ്പോൾ അടുപ്പിച്ച് പാർക്കിൽ പോയപ്പം വാവച്ചിക്ക് സ്ലൈഡ് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ പാർക്കിൽ പോകുമ്പോൾ സ്ലൈഡ് കയറാൻ പേടിയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇത് അവളുടെ സ്ലൈഡാന്ന് പറഞ്ഞ് വാവച്ചി ഇവിടെയാണ് കളിക്കുന്നത്. താഴോട്ട് വീണാക്കല്ലേ കേട്ടോ. നമുക്ക് പുതിയ സ്ലൈഡ് വാങ്ങാം കേട്ടോ വാവച്ചി. നമ്മൾക്ക് പുതിയ സ്ലൈഡ് വാങ്ങണം. ഓക്കെ, എന്ത് കളർ വേണം സ്ലൈഡ്? ബ്ലൂ മതിയാ? ഓക്കെ. വാവച്ചിയുടെ ഫേവറേറ്റ് കളർ എന്താടാ? അപ്പോൾ ബ്ലൂ സ്ലൈഡാണോ വാങ്ങണ്ടേ? ഓക്കെ, അപ്പോൾ ബാവുവിനെ സ്ലൈഡ് ചെയ്യണോ ഇപ്പോൾ? ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കണ്ണാ, ചോദിക്കട്ടെ? നമ്മൾ ദുബായിക്ക് പോവാന്ന് പറഞ്ഞില്ലേ? എപ്പോഴാണ് പോകുന്നത് നമ്മൾ ദുബായിക്ക്? പിന്നെ പോവാണോ? പക്ഷെ നമ്മളിപ്പോൾ ദുബായിക്ക് പോകുന്നില്ല. അപ്പം എന്ത് ചെയ്യും? ഇല്ല, നമ്മുടെ ടിക്കറ്റ് ഇപ്പോൾ ക്യാൻസലായിപ്പോയി. നമ്മൾ വെറുതെ മനസ്സിലായ നമ്മൾ പോകുന്നില്ല ഇപ്പോൾ ദുബായിക്ക്. നമ്മൾ പിന്നെ പോകുന്നത് കുറേ നാളിന് ശേഷം. നമുക്ക് അപ്പേനെ കാണാൻ പറ്റില്ല. അപ്പം എന്ത് ഇനി? ഒന്നും ചെയ്യൂലേ? സത്യമായിട്ടോ? സത്യമാണല്ലോ നീ പറഞ്ഞ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അപ്പേനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് വിഷമമില്ല? ഇല്ലേ? അപ്പം അന്ന് പറഞ്ഞപ്പം കരഞ്ഞല്ല. ആക്ടിങ് ആയിരുന്നോ? എടി കള്ളി, ഇത് ശരിക്കും സ്ലൈഡിന് മൂടിലിരിക്കുകയാണോ? ആച്ചിക്ക് ദുബായാണോ ഇഷ്ടം, ഇവിടെയാണോ ഇഷ്ടം? ഇവിടെയാണോ ഇഷ്ടം? അപ്പം ദുബായ് ഇഷ്ടമല്ലേ? അപ്പം അന്ന് പറഞ്ഞല്ലോ ദുബായ് ഇഷ്ടമെന്ന്. ശരിക്കും ഏതാ ഇഷ്ടം? ഇവിടെയാണോ ഇഷ്ടം, അവിടെ അപ്പയുള്ള സ്ഥലത്താണോ ഇഷ്ടം? അതാണ് ദുബായ്. അപ്പം അവിടെയാണോ ഇഷ്ടം? ആഹാ. അപ്പം എങ്ങനെയാ പോണേ ദുബായിക്ക്? അത് മുടിയൊന്നുമല്ല. എങ്ങനെയാ പോകുന്നത് ദുബായിക്ക്? ഫ്ലൈറ്റിലാ? ഫ്ലൈറ്റിൽ അമ്മയുടെ കൂടെ വരുമ്പം അമ്മേനെ എന്താ പറയാ, ബുദ്ധിമുട്ടിക്കോ? അമ്മ പറഞ്ഞ് കേക്കോ? ഉറപ്പാണോ? ഗ്രീൻ. അമ്മ പറഞ്ഞ് കേക്കോ? അപ്പോൾ വാവച്ചിയുടെ ഇതായിരുന്നു വാവച്ചിയുടെ റിയാക്ഷൻ. വാവച്ചിക്ക് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചമ്മിപ്പോയി. മമ്മ ചമ്മിപ്പോയി. വാവച്ചി മമ്മ ചമ്മിപ്പോയി. സ്ലൈഡിൽ കളിക്കുന്ന ഒരു ഇതിലാണ്. അപ്പോൾ വാവച്ചിക്ക് പറഞ്ഞപ്പോൾ വാവച്ചിക്ക് വലിയ റിയാക്ഷൻ ഒന്നും കിട്ടില്ല. ഞാൻ ചമ്മിപ്പോയി അല്ലേ? ഞാൻ ചമ്മിപ്പോയോ? നോക്കി. ഇപ്പം ആര് ചമ്മി? ഞാൻ ചമ്മി. വെറുതെ ആയിപ്പോയി. റിയാക്ഷനും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല അല്ലേ വാവച്ചി? മിഠായി ഒന്നും കഴിച്ചതിന് പല്ലൊക്കെ പോയി കടിച്ച് കഴിച്ച
നാട്ടിൽ വന്നതിന് ശേഷം വാവച്ചിക്ക് മിഠായി കൊതി ഭയങ്കര കൂടി. മിഠായി ഇന്ന് കഴിക്കാത്ത കുട്ടിയായിരുന്നു അല്ലേ? പഠിച്ചു. അപ്പോൾ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. വാവച്ചിയുടെ റിയാക്ഷനും കിട്ടിയില്ല, ഞാൻ ചമ്മിയും പോയി. അപ്പോൾ പക്ഷെ അന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ വാവച്ചി ഭയങ്കരമായിട്ട് കരഞ്ഞു. ചിലപ്പം ഇപ്പോൾ കളിക്കുന്ന മൂഡിലായതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതെ വാവച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുബായിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ വാവച്ചിക്ക് കുറച്ച് വീട്ടിലിടാനായിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ. അപ്പം അത് ഞാൻ കാണിച്ചു തരാവേ. നല്ല നല്ല ക്യൂട്ട് ഡ്രസ്സസ്സാണ്. അതായത് ഓൺലൈനിൽ നിന്നാണ് നമ്മൾ മോസ്റ്റ്ലി വാങ്ങാറ്. മോസ്റ്റ്ലി എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ കുറേ ഓഫറൊക്കെ കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വാങ്ങാൻ നോക്കിയപ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് ദുബായിലെത്തും. ആ സംഭവം വരുന്നതിന് മുന്നേ കാണിക്കാം. അപ്പം അതുകൊണ്ട് ഞാനിവിടെ അടുത്തൊരു കടയിൽ പോയിട്ടോ ഒരു അടിപൊളി എന്താ പറയുക ക്യൂട്ട് ഡ്രസ്സസ് കിട്ടി നമുക്ക്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ. നിൽക്ക് വാവച്ചി, ഞാനിത് കട്ട് ചെയ്യാണ്ട് അതായത് ഒറ്റ ഷോട്ടിൽ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണിക്കാം അമ്മ. കണ്ടോ, ഇതാണ്. ഇതിന് 25 രൂപയാണ് കേട്ടോ ഈ ട്രൗസറിന്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും ഇതേപോലെ ട്രൗസേഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോയി. എന്താ പറയുക, വാഷ് ചെയ്തപ്പം കളറും പോയില്ല. വാവച്ചിക്കാണെങ്കിൽ ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് കുറേ വാങ്ങിച്ചു. അപ്പം കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് 25 രൂപയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണണം, ഇതിന് 25 രൂപയുള്ളൂ. അപ്പം ഇതൊരു അടിപൊളി ഡ്രസ്സാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കളറും പോകത്തില്ല. അങ്ങനെ അത് വാങ്ങിച്ചു. ദേ വാവച്ചി ഇപ്പം ഇത് കാണിച്ച് നോക്കിയിട്ട് അച്ഛങ്ങനെ ഇട്ട് നോക്കിയേ. നല്ല രസമുണ്ട്, നോക്കട്ടെ. കൈ മാറ്റിക്ക്. ഒരു എലിഫൻറ്റിൻ്റെ പടമൊക്കെ ഉള്ളു അല്ലേ. ഇതിന് 70 രൂപയാണ് കേട്ടോ ഈ ടോപ്പിന്, ഈ ടീഷർട്ടിന്. അപ്പം എനിക്ക് കണ്ടപ്പം ഇഷ്ടമായി തോന്നി, അപ്പോൾ ഞാൻ വാങ്ങിച്ചു അങ്ങനെ. പക്ഷേ ഇത് നമ്മൾ ദുബായിൽ വാങ്ങുവാണെങ്കിൽ ഇവിടത്തെക്കാളും പ്രൈസ് അവിടെ കൂടുതലായിരിക്കും. ഇവിടെ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സസ് ആയിരിക്കും അവിടെ മോസ്റ്റ്ലി. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോകാമെന്ന്. പക്ഷെ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങുമ്പം നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം ഇടാൻ കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഡ്രസ്സ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇടാൻ, പൊടിയൊക്കെ കാണില്ലേ. അപ്പം ഇതൊരു അടിപൊളി ട്രൗസറാണ് കണ്ടോ. ഇതിന് 30 രൂപയുള്ളൂ. 30 രൂപയുള്ളൂ ഇതിന്. അപ്പം എന്തായാലും ഞാൻ ഓർത്ത് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നതായിരിക്കും ലാഭമെന്ന്. അപ്പം പാവച്ചിക്ക് അങ്ങനെ ഒരു ബ്ലാക്ക് ട്രൗസർ വാങ്ങിച്ചു. ഇതെന്താ കാണിച്ചു, ഇവിടെ വച്ച് നോക്കിയേ. നമ്മൾ ഇട്ട് നോക്കിയിട്ടില്ല, വാഷ് ചെയ്തിട്ടുണ്ട് ഇടാൻ. നോക്കട്ടെ, ഇറക്കം എന്തോരോട് നോക്കട്ടെ. ഓക്കെയാണ്, പക്ഷെ ഇത്തിരി വലുതാണോടാ. വാഷ് ചെയ്തിട്ട് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ വലുതാണെങ്കിൽ ഞാനിത് അവൾക്ക് ഷേപ്പ് അടിച്ച് കൊടുക്കും. അതിന് ഇവിടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിന് 95 റുപ്പീസാണ് ഇതിന്. കുഴപ്പമില്ല, ഇത് കംഫർട്ടബിളായിട്ട് വെയിലിടാൻ പറ്റുന്ന ഡ്രസ്സാണ്. നോക്കട്ടെ, ഇത് വെച്ച് നോക്കട്ടെ. അന്നേ വാവച്ചിക്ക് വൈറ്റിൽ ഇങ്ങനെ ബ്ലൂ ഇങ്ങനെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം. നോക്കട്ടെ എന്തൊരു എടുക്കാം അടുത്തെടുക്കാൻ. വൈറ്റിൽ ബ്ലൂ ഉള്ള ഒരു സംഭവം ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വാവച്ചിക്ക് അങ്ങനെ വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടോപ്പ് വാങ്ങിച്ചു. ഇതിനും 95 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ വാങ്ങണം വാവച്ചിക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ വാങ്ങത്തില്ല, വേറെ ഏതെങ്കിലും മോഡലുണ്ടെങ്കിൽ വാങ്ങണം ഒന്നും കൂടി. ഇത് എല്ലാം ഒരു പിങ്കുള്ള അടിപൊളി ടെഡി ബെയറാണ്. എന്താണത്, ടെഡി ബെയറാണോ? അടിപൊളി ഒരു ക്യൂട്ട് ഡ്രസ്സസ്സാണ് വാവച്ചിക്ക് വാങ്ങിച്ചത്. ഇതിനും 95 റുപ്പീസാണ് കേട്ടോ. കാണിച്ചേ. കൊള്ളാലോ. 70 രൂപയാണ് ഈ ടോപ്പിന്. അപ്പോൾ ഇത് അങ്ങനെ അത് വാങ്ങിച്ചു. ഇനി നമുക്ക് വാങ്ങണോ ഡ്രസ്സ് വാവച്ചിക്ക്? പിന്നെ ഒരു ട്രൗസർ വാങ്ങിച്ചു. ഇതൊക്കെ ഇട്ട് നോക്കിയിട്ട് വേണം ഇനി നമുക്കൊന്നും കൂടെ കുറച്ച് വാങ്ങാനായിട്ട്. അപ്പം എന്തായാലും നമുക്ക് വീട്ടിലിടാൻ കുറേ ഡ്രസ്സ് വേണം പിള്ളേർക്ക്. കാരണം ഒരു ദിവസം വാവച്ചിക്ക് 3 ഡ്രസ്സൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. കളിക്കുമ്പോൾ, വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്ത്, കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പം കുറച്ച് ഡ്രസ്സ് വാങ്ങുന്നത് നല്ലതായിരിക്കും വീട്ടിലിടാനായിട്ട്. ഇതിന് 30 രൂപയാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുറേ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇട്ടിട്ട് വേണം വാവച്ചിക്ക് അടുത്തത് വാങ്ങണോ വേണ്ടെന്ന് ആലോചിക്കാൻ. വാവച്ചിക്ക് ഇനി ഡ്രസ്സ് വേണോ? വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങിച്ചിക്ക് ഇനി വാങ്ങുന്നില്ല. അപ്പം ഇനി അമ്മയ്ക്കും അപ്പയ്ക്കും മാത്രമേ വാങ്ങത്തുള്ളൂ. അവിടെ ഓട്ടോ വന്നിട്ടുണ്ട്.
അപ്പൊ വേണോ വേണ്ടോ? ഡ്രസ് വേണ്ട. ഓക്കെ, അപ്പം ഇത് ഇട്ട് നോക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതെന്താടാ ചെരുപ്പൊക്കെ ആയിട്ട് വന്നേക്കണേ? അയ്യ, ചെരുപ്പ് താഴെ ഇട്. കയ്യിൽ എന്തിനാ പിടിച്ചേക്കുന്നേ? കാണിക്കാൻ കൊണ്ടുവന്നേക്കുന്നതാണോ? ഇത് പഴയ ചെരുപ്പല്ലേ, ഇത് പുതിയ ചെരുപ്പല്ലല്ലോ. ഇത് കയ്യിലിടാനുള്ളതല്ല, കാലിടാനുള്ളതല്ലടാ. വച്ച് ചെരുപ്പ് കാണിക്കാൻ കൊണ്ടുവന്നാണ്. താഴെ ഇട്, കൈക്ക് കഴുകണം. ഇനി ചെരുപ്പ് നമ്മൾ കാലിലിടണം കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ, അപ്പൊ അതാണ് ജസ്റ്റ് നമ്മളുടെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഒരു ഡ്രസ്സൊക്കെ കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ കുട്ടി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ദുബായിലോട്ട് പോകാൻ പോവാണ്. അപ്പം അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും.